ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രയ്ക്കാണെങ്കിൽ അർച്ചന അവിടെ നിൽക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഭയങ്കര അനിഷ്ടത്തോടു കൂടിയാണ് ചന്ദ്ര പെരുമാറുന്നത്. അതേപോലെ തന്നെ വിജയശങ്കറിനോട് കംപ്ലൈൻറ്റും പറയുന്നുണ്ട്. ഇതെങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ആര്യ കൂടി അവരുടെ കൂടത്തിലായി. ഇപ്പോൾ അല്ലെങ്കിൽ ആര്യ എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ആര്യ അങ്ങനെ മാറി അർച്ചൻ്റെ കൂടെ ആയി എന്നിങ്ങനെ പറയണം കേട്ടോ. അത് ഏകദേശം കറക്റ്റ് തന്നെയാണ്. ആര്യയ്ക്ക് ശരിക്കും അർച്ചന ആരാണെന്നും അർച്ചൻ്റെ സ്വഭാവം എന്താണെന്നും അമ്പാട്ട് വീട്ടുകാരാരാണെന്നും എല്ലാം ആര്യയ്ക്ക് മനസ്സിലാകുകയാണ്. സ്വയം മനസ്സിലായതാണ് കേട്ടോ. അതേസമയം അർച്ചനയും ചിന്നും ആര്യയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആര്യ പറയുന്നുണ്ട്, എനിക്ക് അമ്പാട്ടിലേക്ക് വരണം, അവിടെ വന്ന് കുറേ ദിവസം നിങ്ങളുടെയൊക്കെ കൂടെ സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്കും ചിന്നുവിനും ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അർച്ചന പറയും, അതിനെന്താ മോളെ, നിനക്ക് ചിന്നുവിൻ്റെ കൂടെ എപ്പോൾ വേണമെങ്കിലും അവിടെ വന്ന് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാമല്ലോ, അത് നിൻ്റെ കൂടെ വീടല്ലേ എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തായാലും ശരി, ആൻറ്റി ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ആൻറ്റിയുടെ കൂടെ തന്നെ എന്തായാലും വരുന്നതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. രണ്ടുപേർക്ക് അവിടെ നിന്ന് കോളേജിലേക്ക് പോകാമല്ലോ എന്നെല്ലാം പറയണം. പക്ഷേ ഈ ചന്ദ്രയ്ക്ക് കലി തുള്ളിയിട്ട് വരികയാണ് കേട്ടോ. ആര്യ അന്വേഷിച്ച് ചന്ദ്ര വരുമ്പോൾ ഇവർ 3 പേരും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അത് കണ്ടതേ ചന്ദ്രയ്ക്ക് കലി തുള്ളുകയാണ്. ചന്ദ്ര ആര്യോട് പറയും, നിന്നോടല്ലടി ഇവിടെ ഇരിക്കേണ്ട പറഞ്ഞത്, നീ പോയി റൂമിൽ പോയി കിടന്നുറങ്ങ്, അല്ലാതെ ഇവിടെ ഉറങ്ങണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ആര്യ പറയും, എന്തിനാ അമ്മ ഇത്ര കലിയോട് കൂടി പറയുന്നത്, ഞാൻ എന്തായാലും എൻ്റെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തായാലും ആര്യയും കൂട്ടിയിട്ടാണ് അർച്ചന അമ്പാട്ടി വീട്ടിലേക്ക് പോകുന്നത്. അവിടെ പോയിട്ടാണ് ബാക്കി കാര്യങ്ങളും നമ്മുടെ ക്ലൈമാക്സ് രംഗങ്ങളും ആയിരിക്കുകയാണ് കേട്ടോ. അടുത്ത് തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.